മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാഞ്ഞിരപ്പള്ളി ആനക്കല്ലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഒരു 6 സെന്റ് സ്ഥലത്തില് 2 നില വീട്, 1700 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, 57 ലക്ഷം രൂപ ചോദിക്കുക മാത്രം, നെഗോഷ്യബിളുമാണ്. അപ്പോൾ ആനക്കല്ല് സ്കൂളും ഒക്കെ ആയിട്ട് ഏകദേശം 1 കിലോമീറ്റർ താഴെ ദൂരമാണ് എനിക്ക് തോന്നിയേക്കുന്നത്. 600-700 മീറ്റർ ദൂരമൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നല്ലൊരു പഞ്ചായത്ത് റോഡ്, കിണർ വെള്ളമുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു 2 നില വീട്, 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ആണ്. എല്ലാം നല്ല പുതിയ പെയിന്റൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഏകദേശം 1 വർഷത്തിനടുത്ത് പഴക്കമുള്ള നല്ലൊരു വീടാണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ചോദിക്കുന്ന വില 57 ലക്ഷം രൂപ. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ്. അതുപോലെ നല്ല ഒരു ഐശ്വര്യം തോന്നുന്ന നല്ലൊരു വീടാണ്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. കാഞ്ഞിരപ്പള്ളി ആനക്കല്ല്, കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റൂട്ടിൽ ആനക്കല്ലിന് സമീപമല്ല, ആനക്കല്ല് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു 6 സെന്റ് സ്ഥലത്തിൽ ഒരു 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടിൻ്റെ റെസിഡൻഷ്യൽ ഏരിയയിലുള്ളൊരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. 2 നില വീടാണ്, 1700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ആണ്. നല്ല വീടുകളൊക്കെ തന്നെയാണ്, നല്ല അയൽവാസികളൊക്കെ തന്നെയാണ് ഉള്ളത്. നല്ലൊരു പഞ്ചായത്ത് റോഡ് അരികിൽ തന്നെ നല്ല കിണറ്, വെള്ളവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. 57 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില, നെഗോഷ്യബിളാണ്. ഇത്ര നല്ലൊരു വീട്, ഏകദേശം ഒരു 1.5 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. അപ്പോൾ ഇതെടുത്ത് മെയിൻ്റെനൻസ് ചെയ്ത് മൊത്തം നല്ല പുതുപുത്തൻ വീടാക്കി മാറ്റിയിട്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ്. ആനക്കല്ല് സ്കൂളുമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 700-800 മീറ്റർ ദൂരം, 1 കിലോമീറ്റർ താഴെ ദൂരമാണ് എനിക്ക് തോന്നിയത്. നല്ല ഒരു കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ഫ്രണ്ടിലും ബാക്കിലും നല്ല മുറ്റമുണ്ട്. അപ്പം ബാക്കിലേക്ക് ഞാൻ പോയില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ കവർ ചെയ്യുവാണ്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നല്ല മുറ്റമുണ്ട്. ഇത് ഫ്രണ്ട് ഡോറൊക്കെ തേക്കാണ്. നല്ല പോളിഷൊക്കെ ചെയ്ത് നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ്. നമ്മൾ നേരെ സ്വീകരണ മുറിയിലേക്ക് കയറി. സ്വീകരണ മുറിയിൽ നമ്മൾ നല്ല കർട്ടന്, അതുപോലെ തന്നെ ഫാന്, റിമോട്ട് വർക്ക് ചെയ്യുന്ന നല്ല കമ്പനി ഫാൻ തന്നെയാണ്, പുതിയ ഫാൻ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി. അവിടുന്ന് ഇത് ഒരു വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് ഒരു പ്രത്യേക സ്റ്റൈലിലാക്കിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെയും കർട്ടൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഷോക്കേസ് പോലെ ചെയ്തിട്ടുണ്ട്. ഫാനൊക്കെ പുതിയ ഫാനുകളാണ്. അതുപോലെ ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ പലതും മാറി പുതിയത് വെച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റെയർ കേസ് മുകളിലോട്ട് കയറുവാനായിട്ടുള്ള. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് നല്ലൊരു ബെഡ്റൂമുണ്ട്. ഇവിടെ കബോർഡ് വർക്കുകൾ, നല്ലൊരു കബോർഡുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയിൽ നിന്നാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോവുക. ആനക്കല്ല് സ്കൂള്, പള്ളി, ടൗണൊക്കെ ആയിട്ടുള്ള ദൂരം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾക്ക് ആനക്കല്ല് തന്നെ ടൗണിൽ തന്നെ ഉണ്ട്, മുസ്ലിം പള്ളികളൊക്കെ ഉണ്ട്. ആനക്കല്ല് ഇവിടുന്ന് ഏകദേശം ഒരു 500-600 മീറ്റർ ദൂരം മാറി കഴിയുമ്പോൾ അമ്പലമുണ്ട്. കടകളൊക്കെ ഇവിടെ അടുത്ത് തന്നെ നല്ല കടകളുണ്ട്. ഇവിടെ ആനക്കല്ലിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം. ആനക്കല്ല് സ്കൂള് കേരളത്തിലെ ഏറ്റവും നല്ല സ്കൂളുകളിൽ ഒരെണ്ണമാണ്. ഏറ്റവും നല്ല സ്കൂൾ എന്ന് തന്നെ പറയാം, അത്രയും നല്ല സ്കൂളാണ്. അപ്പം ദൂരെ നിന്ന് വരെയും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുമുള്ള ആൾക്കാർ വരുന്നുണ്ട് കുട്ടികളുമായി ഇവിടെ സ്കൂളിൽ പഠിക്കാനായിട്ട്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നൊരു ലൊക്കേഷൻ തന്നെയാണ്. കാരണം റെൻറ്റിന് കൊടുത്താൽ പോലും നല്ല റെൻറ്റ് കിട്ടും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുമുള്ള ആളുകൾ ഇവിടെ വന്ന് താമസിച്ച്, വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് കുട്ടികളെ 4-5 വർഷം ഇവിടെ നിർത്തി പഠിപ്പിച്ച് തിരിച്ച് അവർ പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളവർ ചിലരൊക്കെ വീട് മേടിക്കാറുണ്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ചിലർ റെൻറ്റിന് വീട് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ റെൻറ്റിന് എടുക്കുന്നത് ഇവിടെ റെൻറ്റിന് വീട് കൊടുക്കുന്ന ഒരു വൻ ബിസിനസ്സാണ് ഇവിടെ.
അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതും വരുന്നതെല്ലാം നല്ല ആനക്കര സ്കൂളിലൊക്കെ പഠിപ്പിക്കാനായിട്ട് കുട്ടികളുമായിട്ട് വരുന്ന ആൾക്കാരും അതിനനുസരിച്ചൊരു സ്റ്റാൻഡേർഡ് ആൾക്കാരായിരിക്കുമല്ലോ. ആ ഒരു രീതിയിലുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അതുകൊണ്ട് വീടൊന്നും മുഷിഞ്ഞു പോവില്ല. മാത്രമല്ല ഇവിടെ താമസിക്കാനാണെങ്കിൽ ഏറ്റവും നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ ആനക്കല്ല് ഇത്രയും ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാം മൊത്തത്തിൽ നല്ല വീടുകൾ, ഹോസ്റ്റലുകൾ, അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാം മൊത്തത്തിൽ ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അടുത്തടുത്തെല്ലാം കടകൾ, നമ്മൾ ഈ ചെറിയ വഴിയിലൂടെ കയറി പോയപ്പോൾ അവിടെ ഒരു പലചരക്കടയൊക്കെ കാണും, അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കടകളൊക്കെ അടുത്തുണ്ട്. അപ്പോൾ നമുക്കൊരു സൗകര്യങ്ങളാണ് എല്ലാത്തിനും വേണ്ടത്. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പാക്കറ്റ് പഞ്ചസാര മേടിക്കണമെങ്കിലും നമുക്കൊരു നേരെ കിലോമീറ്ററുകൾ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ നമുക്കിവിടെ കാണാം. അവിടെ നിന്ന് നമുക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇവിടെ നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ആണ്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് കാണാം. ഓപ്പൺ ടെറസ് ഏരിയ റൂഫ് ചെയ്തിട്ടുള്ളതാണ്. അപ്പുറത്തൊക്കെ ബാക്കിലൊക്കെ വേറെ വീടുകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ സ്റ്റെയർ കേസ് കാര്യങ്ങൾ, മുകളിലോട്ട് വരുവാനുള്ള സ്റ്റെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 ബെഡ്റൂം നമ്മൾ കണ്ടു. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഇനി നമ്മളിവിടെ ഒരു ബാൽക്കണിയാണ് നമുക്ക് കാണുവാനായിട്ടുള്ളത്. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീടും സ്ഥലവും കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. നമുക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് നാളെ പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.